ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയത് ഇതുപോലത്തെ MP5 കണ്ണാട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അത് നമ്മൾ തോക്കിൻ്റെ ഷേപ്പ് ഈ കാർഡ്ബോർഡിൽ നിന്ന് മുറിച്ചെടുക്കണം. അതിൻ്റെ ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റങ്ങൾ ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ ഇങ്ങനത്തെ ഒരു നീളത്തിലുള്ള പീസ് എടുത്തിട്ട് അതിൻ്റെ അവിടെ ഒരു ഹോൾ ഇടാം. എന്നിട്ട് വേറൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ചേർച്ച് കട്ട് ചെയ്തൊരു സാധനം എടുത്തിട്ട് ഇങ്ങനെ അവിടെ വെച്ച് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഹോൾ ഇടില്ല, ആ ഹോൾട്ടിലേക്ക് ഈ സാധനങ്ങൾ ഇറക്കി വെച്ചെടുക്കാം. എന്നിട്ട് രണ്ട് പേപ്പറിൻ്റെ റോൾ വേണം, ചെറുതും വലുതും. എന്നിട്ട് ആ വലിയ റോള് ഇവിടെ വെച്ചിട്ട് ഈ തോക്കിലേക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ എന്നിട്ട് ഒരു ചെറിയൊരു കാർബോർഡ് പീസ് എടുത്തിട്ട് ഇവിടെ വെച്ച് ഫ്ലെക്സിക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാം. നല്ല കട്ടിലിരിക്കണം, ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ആ ചെറിയ റോളിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ നീളത്തിലുള്ള ഒരു പീസ് എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരെ ആ വലിയ റോളിൻ്റെ ഉള്ളിലേക്ക് ഈ സാധനങ്ങൾ ഇറക്കി ചേർക്കാം. എന്നിട്ട് ഇങ്ങനെ ഇറക്കി ചേർക്കാം. എന്നിട്ട് റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വലിച്ചിട്ട് ഇങ്ങനെ റീലോഡ് ചെയ്യുക. എന്നിട്ട് ഇത് പിടിച്ച് ഞെക്കാം. വേണ്ട, അപ്പോൾ സാധനം ഇങ്ങനെ സാധനം വർക്ക് ചെയ്യണേ. എന്നിട്ട് ഇതിൻ്റെ മറ്റേ ഭാഗത്ത് ഇങ്ങനെ അടച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് ഇവിടെ അങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഇവിടെ ഒരു പീസ് ഒട്ടിക്കുക. ഇതൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇത് പൊട്ടിച്ചെടുത്തിട്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബുള്ളറ്റൊക്കെ റീലോഡ് സാധനം ആ സാധനം എടുത്തിട്ട് ഇവിടെ അങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കാം. പിന്നെ എൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ സംഭവം വെച്ച് ഒട്ടിച്ചെടുക്കാം. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഒരു പീസ് വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തോക്കിൻ്റെ പരിപാടി ഇത്ര ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ റീലോഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടെ പിടിച്ച് ഞെക്കാം. അപ്പോൾ സംഭവം അടിയിലോട്ട് പോട്ടാം. പിന്നെ ബുള്ളറ്റിൻ്റെ പേപ്പറിൻ്റെ റോളുകൾ ഇങ്ങനെ മുറിച്ചെടുത്ത് തന്നാട്ടത്. അങ്ങനെ അത് റീലോഡ് ചെയ്യാം. എന്നിട്ട് ബുള്ളറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇടാം. എന്നിട്ട് നമ്മൾ വെടിക്കുക. അപ്പോൾ സംഭവം അടിയിലോട്ട് പോട്ടാ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം.